എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട വഴി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്പോർട്സ് സപ്ലിമെൻ്ററി റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 2 പേജാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതായത് ഏത് ദിവസമാണ് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏത് ദിവസമാണ് എന്നുള്ളത് ഇനി നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ജൂലൈ 1-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അതായത് നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ വേണ്ടത് നിങ്ങളുടെ ഈ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ അതിൻ്റെ 1-ാമത്തെ പേജിൽ നിങ്ങൾ ഹാജരാക്കുന്ന രേഖകളുടെ ഡീറ്റെയിൽസും അതുപോലെ വിവരങ്ങളും പഠനത്തിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾ എഴുതേണ്ടതാണ്. ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്നുള്ളത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായിട്ട് ആ ഒരു സ്കൂളിലുള്ള ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ടാവും. സാധാരണ അധിക സ്കൂളുകളിലും മലയാളം അതുപോലെ തന്നെ ഹിന്ദിയുമാണ് ഉണ്ടാവുക. ചില സ്കൂളുകളിൽ ജർമ്മൻ ഭാഷയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സെക്കൻഡ് ലാംഗ്വേജാണ് ആ ഒരു സ്കൂളിൽ ഉള്ളത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു 2-ാം ഭാഷയും രേഖപ്പെടുത്തി നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആ ഒരു നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ ലഭിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് അതിൽ നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒപ്പിട്ട് കൊടുത്താൽ മതി. അതിൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും ഇടുക. അപ്പോൾ ഇത്ര മാത്രമാണ് സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികളുടെ TC അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും ഒറിജിനൽ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ സ്കോർ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതായത് നിങ്ങൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ അപ്പോൾ എന്നിവയും വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അതായത് എന്നിങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ കൂടി എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 1500 രൂപക്കുള്ളിലാണ് ഫീസ് വരിക. സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.